നമ്മളപ്പോൾ ലാസ്റ്റ് ഡേ ക്വാഡ്രിലാറ്ററൽസിന്റെ 5th ക്വസ്റ്റ്യൻ വരെ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 6 പറഞ്ഞേക്കുന്നത് ഡയഗണൽ എ സി ഓഫ് എ പാരലിലോഗ്രാം എ ബി സി ഡി. അപ്പൊ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം ഉണ്ട്. ഇതേ ഒരു ഫിഗർ ഉണ്ടല്ലോ. ഓക്കെ, അതിന്റെ ഒരു ഡയഗണലാണ് എ സി. ഓക്കെ, അതെന്ത് ചെയ്യുന്നു? എ സി എന്ന് പറയുന്ന ലൈൻ ബൈസെക്ട് ആംഗിൾ എ രണ്ടായിട്ട് പകുത്തു. എങ്ങനെ? ഈക്വലി രണ്ടായിട്ട്. അപ്പൊ ദേ ഈ പോർഷൻ ഇതെത്രയാണോ ഈ റെഡ് കളർ മാർക്ക് ചെയ്തതും ഈ റെഡ് കളർ മാർക്ക് ചെയ്തതും ഒരേ ആംഗിൾസ് ആണ്. അവരുടെ ആവശ്യം എന്താണ്? ഇത് സി എയും ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആലോചിക്കും മക്കളെ. അതായത് ദേ ഇവിടെ ഈ ഇൻഡ്യൂട്ട് അടിക്കുക. ഈ ഇൻഡ്യൂട്ട് ആംഗിളും ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. അതായത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അപ്പറിലെ ട്രയാങ്കിൾ എടുക്കാം. ഈ ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിൾ എടുക്കാം. ഏതാണ് ആ ട്രയാങ്കിൾ? എ ഡി സി. എ ഡി സി എടുക്കാം. പിന്നെ ബി എ സി എടുക്കാം. നമുക്ക് എന്തറിയാം? ഇത് പാരലോഗ്രാം ആയതുകൊണ്ട് എന്തൊക്കെ ഈക്വൽ ആണെന്നറിയാം. ആദ്യം നമുക്ക് ആംഗിളിനെ കുറിച്ച് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? ആംഗിളിനെ കുറിച്ചാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതേ നോക്ക്, ആംഗിൾ ഡി എ സി. ഡി എ സി എന്ന് പറയുമ്പോൾ ഏതാ മക്കളെ? ദേ ഈ റെഡ് കളർ ഇവിടെ മാർക്ക് ചെയ്ത് വേണം. ഞാൻ വേറൊരു കളറിൽ ടിക്കറ്റ് അടിച്ചു തരാം. ദേ ഈ ഗ്രീൻ ടിക്കിൾ ആംഗിളും ഈ ഗ്രീൻ ടിക്കിൾ ആംഗിളും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയത്. രണ്ടാമത്തെ എന്താണ്? ഇത് പാരലൽ ലൈൻസ് ആണ് അല്ലേ? എന്ത്? ഈ സി ഡിയും എ ബിയും പാരലൽ ലൈൻസ് ആണ്. അതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മുടെ എ സി. അപ്പൊ എന്താ? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്നറിയാം അല്ലേ? അപ്പൊ എന്താണ്? ഈ ആംഗിള്, ദേ ഈ ആംഗിള് വേറൊരു കളറിന് കാണിച്ചു തരാം. ഇതേ അപ്പൊ നമുക്കറിയാം ഈ ബ്ലൂ കളറിൽ ഇൻറ്റു ഇടുന്ന പോർഷനും ഈ പോർഷനും ഈക്വൽ ആണ്. സിമിലർലി ഈ ബ്ലൂ കളർ ടിക്ക് ഇടുന്നതും ഇതും ഈക്വൽ ആണ് അല്ലേ? ചുരുക്കം പറഞ്ഞാൽ ഈ സൈഡിലെ ആംഗിളും ഈ സൈഡിലെ ആംഗിളും ഈക്വൽ ആണ്. ഈ ആംഗിൾ ഇതിനോട് ഈക്വൽ ആണ് അല്ലേ? ഇതും ഈക്വൽ ആണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇവരെല്ലാവരും എന്താണ്? പരസ്പരം ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഈ 3 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എത്താവുന്ന കൺക്ലൂഷൻ എന്താണ്? ഈ ആംഗിളും ഈക്വൽ ആണ്. അതായത് ആ എ സി എന്ന് പറയുന്ന ലൈൻ ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രൂഫായി. നോക്കിക്കോ മക്കളെ, എന്തൊക്കെ ഈക്വലാ? ആദ്യത്തെ ഇതും ഈക്വൽ ആണ്. എന്താ? തന്നിട്ടുണ്ട്. പിന്നെ ഇതും ഈക്വൽ ആണ്. കാര്യം എന്താ? പാരലൽ ലൈൻസിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ഈക്വൽ ആണെന്ന്. അപ്പൊ ഇവ രണ്ടുപേരും ഈക്വൽ ആണ്. ഈ നീല ഡോട്ടുകൾ എല്ലാവരും ഈക്വൽ. അതെ, ഇതും ഈക്വൽ അല്ലേ? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ. അതെ അതെ. ചുരുക്കം പറഞ്ഞ ഈ നീല ഡോട്ടുകൾ എല്ലാം ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകളാണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് പ്രൂഫായേ. രണ്ടാമത്തത് നോക്ക്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇതൊരു റോംബസ് ആണെന്ന് കൂടെ തെളിയിക്കാൻ പറഞ്ഞു അല്ലേ? റോംബസ് ആണെന്ന് കൂടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഇതും ഈക്വൽ ആണെന്നറിയാം അല്ലേ? രണ്ട് ആംഗിൾ ഈക്വൽ ആയിട്ടുള്ളവരെ വിളിക്കുന്ന പേരെന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പൊ ഈ മുകളിൽ കാണുന്ന എ ഡി സി ഒരു ഐസോസെലസ് ആണെന്നറിയാം. അതിന്റെ മീനിങ് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ളവരും ഈക്വൽ ആണ്. അതായത് ഈ സൈഡും ഈക്വൽ ആണ് അല്ലേ? ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്നപ്പോ പ്രൂവ് ആയില്ലേ? പാരലോഗ്രാം ആയതുകൊണ്ട് എന്താ? അപ്പൊ നമുക്കിപ്പം നിലവിൽ എന്ത് കിട്ടി? നമുക്ക് കിട്ടി എ ഡി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് നമ്മളിപ്പോ ഐസോസെലസ് പ്രോപ്പർട്ടി വെച്ച് പ്രൂവ് ചെയ്തു. നമുക്ക് പണ്ടേ അറിയായിരുന്നു സി ഡി ഈസ് ഈക്വൽ ടു എന്താണ്? എ ബി ആണെന്ന് അറിയായിരുന്നു. കാര്യം എന്താ? പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. അതുപോലെ നമുക്ക് പണ്ടറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എ ഡി ഈസ് ഈക്വൽ ടു എന്ത്? ബി സി. അപ്പൊ എനിക്ക് എ ഡി ഈസ് ഈക്വൽ ടു ബി സി എന്ന് എഴുതിക്കൂടെ? കാര്യം എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് കിട്ടി. എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാമിനെ വിളിക്കുന്ന പേരെന്താണ്? അത് തന്നെ, റോംബസ്. അപ്പൊ എ ബി സി ഡി ഒരു റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താണ് പറഞ്ഞത്? ക്വസ്റ്റ്യൻ നമ്പർ 7
നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്ക്. ABCD ഈസ് എ റോംബസ്. ABCD എന്താണ്? റോംബസ് ആണെങ്കിൽ, നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ റിവേഴ്സ് മോഡിൽ ചോദിച്ചേക്കുക. ABCD റോംബസ് ആണെങ്കിൽ AC എന്ന ഡയഗണൽ എയെയും സിയെയും ബൈസെക്ട് ചെയ്യുന്നുവെന്നും BD എന്ന ഡയഗണൽ ബിയെയും ഡിയെയും ബൈസെക്ട് ചെയ്യുന്നുവെന്നും പ്രൂവ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഒരു റോംബസ് വരയ്ക്കാം. ദേ വരച്ചേക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ആദ്യം AC യെ കുറിച്ചല്ലേ ചോദിച്ചത്, അപ്പം നമുക്ക് AC വരയ്ക്കാം. വരച്ചു. അപ്പം നമുക്ക് എന്തറിയാം? ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊരു റോംബസ് ആണ്. അപ്പം ഞാൻ ഈ അപ്പർ ട്രയാങ്കിൾ എടുക്കുക, അതായത് ദേ ഈ ട്രയാങ്കിള്. അപ്പോൾ റോംബസ് ആയതുകൊണ്ട് തന്നെ ഇത് ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിട്ടുള്ള സൈഡുകളുടെ ഓപ്പോസിറ്റുള്ള ആംഗിളുകൾ ഈക്വൽ, അതായത് ഈ ആംഗിളും ഈക്വൽ ആണ്. മനസ്സിലായല്ലോ? കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതായത് ഞാനപ്പോൾ ഈ ട്രയാങ്കിളിനെ അങ്ങ് റബ്ബ് ചെയ്ത് കളയാണേ. നോട്ടിൽ ഇതിൽ വൃത്തിക്ക് എഴുതിയിട്ടിട്ട് മക്കൾ അത് നോക്കി മനസ്സിലാക്കി എടുക്കണം. കോൺസെപ്റ്റ് ഞാൻ പഠിപ്പിച്ചു തരല്ലേ. അപ്പം അതേ ഇപ്പം നീല ഡോട്ട് ഇട്ടേക്കുന്ന രണ്ടുപേരും ഈക്വൽ ആണ്. ഇനി നോക്ക്, ഈ ആംഗിൾ 1 ആരുമായിട്ട് ഈക്വലാ? ഈ ആംഗിൾ 1 ആംഗിൾ 4 ഈക്വലാ. കാര്യം എന്താ? അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ, റെഡ് ഡോട്ടുകൾ രണ്ടും ഈക്വലാന്ന് പ്രൂവ് ആയി. ഇതും ഈക്വലാണ്. കാര്യം എന്താ? റോംബസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ അല്ലേ? ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അപ്പോൾ പാരലലിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണിത് AC. അതിൻ്റെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ഈക്വൽ ആണ്. അതായത് ഈ ചുമല ഡോട്ട് എത്രയാണോ അത് തന്നെയാണ് ഈ ചുമല ഡോട്ട്. സിമിലർലി ഈ സൈഡും എടുക്കാം. ഈ ചുമല ഡോട്ട് എത്രയാണോ അത് തന്നെയാണ് ഇതും. കാര്യം എന്താ? ഇതും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആണ്. ചുരുക്കം പറഞ്ഞാൽ ഇവരെല്ലാവരും എന്താണ്? ഈക്വൽ ആണ് അല്ലേ? അതായത് AC എന്ന് പറയുന്ന ലൈൻ ആംഗിൾ എയെ 2 ഈക്വൽ ആക്കുന്നുണ്ട്. സിമിലർലി ആംഗിൾ സിയെയും 2 ഈക്വൽ പാർട്ട് ആക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അവരെന്ത് ചോദിച്ചിട്ടുണ്ട്? BD യെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ വേറൊരു ഫിഗർ വെച്ച് BD വരച്ചു. അപ്പോഴും എന്താണ്? അതെ, ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളുകൾ വേറെ കളർ ഇടാം. ഈ ഗ്രീൻ കളർ ഡോട്ടും ഈ ഗ്രീൻ കളർ ഡോട്ടും ഈക്വൽ ആണ്. കാര്യം എന്താ? ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളായി മാറുന്നു. സിമിലർലി AB പാരലൽ ടു CD ആയതുകൊണ്ട് ഈ ആംഗിൾ 5 എന്ന് പറയുന്നതും ആംഗിൾ 8 എന്ന് പറയുന്നത് ഈക്വൽ ആണ്. കാര്യം എന്താ? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ. സിമിലർലി ആംഗിൾ 7 ആംഗിൾ 6 ഈക്വൽ ആണ്. കാര്യം എന്താ? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ. അതായത് ഈ ഗ്രീൻ കളറിലെ ഡോട്ടുകളെല്ലാം ഈക്വൽ ആംഗിൾസ് ആണ്. അതായത് BD എന്ന് പറയുന്ന ലൈൻ ആംഗിൾ BA 2 ഈക്വൽ പാർട്ടാക്കി. സിമിലർലി ആംഗിൾ DAയും 2 ഈക്വൽ പാർട്ടാക്കി. അപ്പോൾ എന്താണ്? BD എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ BAയും ആംഗിൾ Dനെയും ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എന്താ പറഞ്ഞത്? ABCD ഈസ് എ റെക്ടാങ്കിൾ in which diagonal AC bisect angle A as well as angle C. അങ്ങനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് തന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണോ? വേണ്ട, ബൈസെക്ട് ചെയ്യുന്നു എന്ന് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ ABCD ഒരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് വന്ന് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റെക്ടാങ്കിൾ വരച്ചു, ഒരു ഡയഗണലും വരച്ചു. അവരെന്ത് പറഞ്ഞു? AC എന്ന് പറയുന്ന ഡയഗണൽ ആംഗിൾ എയെ ബൈസെക്ട് ചെയ്യുന്നു. അതായത് ഇതും ഈക്വൽ. ഫിഗർ വെച്ച് പറഞ്ഞാൽ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ. ഇനി എന്താ റെക്ടാങ്കിളിന്റെ പ്രത്യേകത? എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആയതുകൊണ്ട് ഈ 1 തന്നെ ആയിരിക്കും 4, 2 തന്നെ ആയിരിക്കും 3. കാര്യം ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ. അല്ലെങ്കിൽ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബൈസെക്ട് ചെയ്യുന്നു എന്ന്. അപ്പോൾ നമ്മൾ അത്രയും ചെയ്തില്ലേ? ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ഇതൊരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ആംഗിൾ 3ഉം ആംഗിൾ 1ഉം ഈക്വൽ ആണ്. നമുക്ക് ഈ അപ്പർ ട്രയാങ്കിളിനെ ഒന്ന് നോക്കാം. അതായത് ട്രയാങ്കിൾ ACDനെ ഒന്ന് നോക്കിക്കേ. രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് ഐസോസെലസ്. ഏതൊക്കെയാണ് അപ്പോൾ ഈക്വൽ സൈഡ്? ഓപ്പോസിറ്റ് കിടക്കുന്നവർ. ഈ 3ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? ഇത് AD. 1ന്റെ ഓപ്പോസിറ്റ് ഏതാ? CD. അപ്പം നമുക്ക് എന്ത് പറയാം? AD is equal to CD എന്ന് പറയാം. സിമിലർലി താഴത്തെ ട്രയാങ്കിൾ നോക്കിയാൽ ഈ 4 എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് ഇത്, 2 എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റ് ആണ് ഇത്. നമുക്ക് എന്ത് പറയാം? AB is equal to BC എന്ന് പറയാം. പിന്നെ എന്തുകൂടെ പറയാം? ഇത് റെക്ടാങ്കിളിന്റെ പ്രത്യേകത നമുക്കറിയാം.
ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, അതായത് എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് പറയാം. സിമിലർലി ബി സി ഈസ് ഈക്വൽ ടു എന്തെന്നും പറയാം, എ ഡി എന്നും പറയാം. ഈ 4 എണ്ണത്തിൽ നിന്ന് നമുക്ക് എത്താവുന്ന കൺക്ലൂഷൻ എന്തൊക്കെയാ മക്കളെ? എ ഡി ഈസ് ഈക്വൽ ടു സി ഡി. അതായത് ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പം എത്തിയ കൺക്ലൂഷൻ ഇതൊക്കെയാണ്. എ ഡി എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഈ 1 ലൈൻ ഇട്ടേക്കുന്നവർ ഈക്വൽ ആണ്. പിന്നെന്താണ്, സി ഡി എന്ന് പറയുന്നത് ആരോട് ഈക്വലാ? എ ബിയുടെ ഈക്വലാ. അതായത് ഇതും ഈക്വലാ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ഈ സൈഡ് തന്നെയാണ് ഈ സൈഡ്. അതായത് ചുരുക്കം പറഞ്ഞാൽ 4 സൈഡുകളും ഈക്വലായി വന്നു. 4 സൈഡ് ഈക്വൽ ആയിട്ടുള്ളവനെ വിളിക്കുന്ന പേരെന്താണ്? സ്ക്വയർ. അപ്പോൾ എ ബി സി ഡി എന്താണെന്ന് പ്രൂവ് ആയി? എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ആയി. അപ്പോൾ എന്താ, ട്രയാങ്കിൾ ചാപ്റ്റർ അറിയാമെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഉള്ളൂ കേട്ടോ. ഈ ചാപ്റ്ററിൽ കൂടുതലും ട്രയാങ്കിളിന്റെ ലോജിക്കുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ, ഡയഗണൽ ബി ഡി ബൈസെക്ട് ബി ആൻഡ് ഡി. ബി ഡി എന്ന് പറയുന്നത് ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താ, ഇതൊരു സ്ക്വയർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ വേണ്ടേ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ്. അപ്പൊ ഇതും പാരലൽ ആണ്. അപ്പൊ ഇതിനെ കട്ട് ചെയ്യുന്ന ലൈൻ്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ഈക്വൽ ആണെന്ന് അറിയാം. അതായത് ഈ നീല ഡോട്ടും ഈക്വൽ ആണ്. സിമിലർലി ഈ 6 എന്ന് പറയുന്ന ഡോട്ടും ഈ 7 എന്ന് പറയുന്നതും ഈക്വൽ ആണ് അല്ലേ. എന്തുകൊണ്ട്? പിന്നെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ചേ. നമുക്ക് ഇതൊരു സ്ക്വയർ ആണെന്ന് അറിയാം അല്ലേ. ഇതൊരു സ്ക്വയർ ആയ സ്ഥിതിക്ക് ഈ സൈഡും ഈക്വൽ ആണ്. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈക്വലാണ്. കാര്യം എന്താ, ഐസോസെലസ് ട്രയാംഗിൾ ആയി മാറും. ഈ ആംഗിൾ 5 തന്നെയാണ് എന്ത്, ആംഗിൾ 8. കാര്യം എന്താ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ. ആംഗിൾ 7 തന്നെയാണ് ആംഗിൾ 6. കാര്യം എന്താ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ. അതായത് ഈ 5 എന്ന് പറയുന്ന ആംഗിൾ തന്നെയാണ് 6 തന്നെയാണ് 7 തന്നെയാണ് 8 എന്ന് കിട്ടിയില്ലേ. അതായത് ബി ഡി എന്ന് പറയുന്നത് വരയ്ക്കുമ്പോൾ അത് ബി എയും ഡി എയും ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ആയില്ലേ. അതായത് അവർ ആവശ്യപ്പെട്ടുള്ളൂ, നമ്മളപ്പോൾ അത് കണ്ടുപിടിച്ചില്ലേ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനോട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. എന്താ പറഞ്ഞത്, ഇൻ പാരലോഗ്രാം എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറയുന്ന കണ്ടല്ലോ, ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ അവർ തന്നു. പി ആൻഡ് ക്യൂ ആർ ഓൺ ഡയഗണൽ. പിയും ക്യൂവും ഡയഗണൽ ബി ഡിയിലെ പോയിന്റുകളാണ്. അപ്പോൾ ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ ഉണ്ട്, ബി ഡിയിലെ പോയിന്റ് ആണ് പിയും ക്യൂവും. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവർ പറഞ്ഞു ഡി പി ഇസ് ഈക്വൽ ടു ബി ക്യൂ. അതായത് ഈ നീളവും ഈക്വൽ ആണെന്ന് തന്നു. എന്താണ് ആവശ്യപ്പെട്ടത്? എ പി ഡി, ട്രയാങ്കിൾ എ പി ഡി എവിടെ മക്കളെ? എ പി ഡി ഇത് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ സി ക്യൂ ബി. സി ക്യൂ ബി എവിടെ? സി ക്യൂ ബി. ഇത് രണ്ട് ഈക്വൽ ആണെന്നൊന്ന് പ്രൂവ് ചെയ്യാൻ, കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നോക്ക്. അതിന്റെ ഈ സൈഡുകൾ ഈക്വൽ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നില്ലേ? തന്നു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഡി പി ഇസ് ഈക്വൽ ടു ബി ക്യൂ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, രണ്ടാമത്തത് നോക്ക്. ബി സി എന്ന് പറയുന്ന സൈഡും എ ഡി എന്ന് പറയുന്ന സൈഡും എന്താണ്? പാരലൽ ആണ്. അതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ അല്ലേ ഇത്. അതെ. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആർ ഈക്വൽ എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്താൽ ഈ ആംഗിളും ഈക്വൽ അല്ലേ? അതെ. അതായത് ആംഗിൾ സി ബി ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി പി. അതല്ലേ ഈ രണ്ടാമത് തന്നത്. അത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആർ ഈക്വൽ. പിന്നെ നമുക്ക് എന്തറിയാം, ബി സി എന്ന് പറയുന്ന സൈഡ് ഈക്വൽ ടു എ ഡി ആണ്. കാര്യം എന്താ, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. അപ്പൊ ഇവിടെ എന്തൊക്കെ കിട്ടി? രണ്ട് സൈഡും ഒരു ആംഗിൾ ഈക്വൽ ആണ്. അതായത് SAS കോൺഗ്രുവൻസി. SAS കോൺഗ്രുവൻസി വെച്ചിട്ട് നമുക്ക് ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് പറഞ്ഞു. രണ്ടാമത് അവർ ആവശ്യപ്പെട്ടത് എന്താണ്? എ പി ഇസ് ഈക്വൽ ടു സി ക്യൂ എന്ന് പ്രൂവ് ചെയ്യുക അല്ലേ. എന്തെന്നാ പറഞ്ഞത്? എ പി ഇസ് ഈക്വൽ ടു സി ക്യൂ എന്ന് പ്രൂവ് ചെയ്യുക. അതെ. അപ്പം നമ്മൾ ഈ
ബ്ലൂ കളറിലെ ട്രയാങ്കിൾ രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ആണ് അല്ലേ. അതായത് ഇവിടുത്തെ രണ്ട് സൈഡുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മിച്ചമുള്ള സൈഡ് ഏതാ? ഇവിടുത്തെ മിച്ചമുള്ള സൈഡാണ് സി ക്യു, ഇവിടുത്തെ മിച്ചമുള്ള സൈഡാണ് എ പി. അപ്പോൾ കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് അവർ ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തതൊന്നും പ്രൂഫ് ആയില്ലേ? എ പി ഈസ് ഈക്വൽ ടു സി ക്യു എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. അടുത്തത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അടുത്തതും ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തു പോകേണ്ടതാ. എന്താണ്? ആരെക്കുറിച്ചാണ് ചോദിച്ചത്? ട്രയാങ്കിൾ എ ക്യു ബി. എവിടെ മക്കളെ എ ക്യു ബി? ആ എ ക്യു ബി ഇതേ ഈ റെഡ് കളറിൽ മിസ് വരയ്ക്കുന്നത്. ഇതും സി പി ഡി. എവിടെ സി പി? സി പി ഡി. ഇതും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ദേ ഒന്നാമത് നമുക്ക് പറയാം സി ഡി ഈസ് ഈക്വൽ ടു എ ബി ആണ്. കാര്യം എന്താ? ദേ സി ഡി ഈസ് ഈക്വൽ ടു എ ബി. നോട്ടിനകത്ത് എഴുതിയേക്കുന്നത് പറഞ്ഞുതരാം. ദേ സി ഡി ഈസ് ഈക്വൽ ടു എ ബി. കാര്യം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. ബി ക്യു ഈസ് ഈക്വൽ ടു ഡി പി. കാര്യം എന്താ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, അത് ദേ ഇവിടെ എഴുതി വെച്ചു. അടുത്ത എന്താണ്? അതേണ്ടേ ഈ വേറെ ഒരു കളറിൽ മാർക്ക് ചെയ്തുതരാം. ഈ രണ്ട് എണ്ണത്തിനെ പാരലലിനെ കട്ട് ചെയ്യുന്നൊരു ട്രാൻസ്വേഴ്സലാണിത്. അതായത് അതിൻ്റെ ഈ ആംഗിളും ഈക്വൽ. കാര്യം എന്താ? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ ആംഗിളിനെ നമുക്കിപ്പോൾ എ ബി ക്യു ഇസ് ഈക്വൽ ടു സി ഡി പി എന്ന് എഴുതി കൂടെ? എഴുതാം. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ രണ്ട് സൈഡും ഒരു ആംഗിളും വന്നില്ലേ? അതായത് എസ് എ എസ് കോൺഗ്രുവൻസി, എസ് എസ് കോൺഗ്രുവൻസി വെച്ചിട്ട് എന്ത് പറയാം? അവർ ഈക്വൽ ആക്കും, കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ അത് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ആയി. പിന്നെ അവരെന്താ പറഞ്ഞത്? എ ക്യു ഇസ് ഈക്വൽ ടു സി പി എന്നൊന്ന് പ്രൂവ് ചെയ്യാൻ. അതായത് ഇതിൻ്റെ ദേ മൂന്നാമത്തെ സൈഡ് കണ്ടോ? റിമൈനിങ് സൈഡ് എ ക്യു ഇസ് ഈക്വൽ ടു ഇവിടുത്തെ റിമൈനിങ് സൈഡ് ഏതാണ്? സി പി. അപ്പോൾ എ ക്യു കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് റിമൈനിങ് സൈഡുകൾ ഈക്വൽ ആണ്. സി പി ഇസ് ഈക്വൽ ടു എ ക്യു എന്ന് കിട്ടി. അപ്പം 4 പാർട്ടും ഓക്കെ ആണല്ലോ. ഇനി അഞ്ചാമത് എന്താ പറഞ്ഞത്? എ പി സി ക്യു ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യും. നമ്മളിതേ ആദ്യത്തെ പ്രൂഫിനകത്ത് ഉണ്ടായിരുന്നു എ പി സി ഈക്വൽ ടു സി ക്യു. ദേ ഇതും ഈക്വൽ ആണെന്ന് പറഞ്ഞായിരുന്നു. രണ്ടാമത് പ്രൂവ് ചെയ്തപ്പോൾ എന്ത് പ്രൂവ് ചെയ്തു? എ ക്യു ഇസ് ഈക്വൽ ടു സി പി. ഇതേ കിടക്കുന്നു എ ക്യു ഇസ് ഈക്വൽ ടു സി പി. അതായത് ഈ റെഡ് കളർ വരയ്ക്കുന്നതും ഇതും ഈക്വൽ ആണെന്ന്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ വരുന്നത് ആരാ? പാരലോഗ്രാമാ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആയതുകൊണ്ട് ഇതിനെ നമുക്കൊരു പാരലോഗ്രാം എന്ന് വിളിക്കാം. അപ്പം അതിനുള്ള പ്രൂഫ് ആയില്ലേ? ആയി. അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് എക്സസൈസിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവും. അതോടെ കഴിയുമ്പോൾ ആ എക്സസൈസ് വരണം. പിന്നെ നമുക്ക് ഒരു എക്സസൈസ് കൂടെ ഉണ്ട്. അതായത് ഈ ഫ്രൈഡേ കൊണ്ട് നമ്മുടെ 9th ക്ലാസ് കംപ്ലീറ്റ് ആകും കേട്ടോ. അപ്പോൾ മക്കൾ ഈ ചാപ്റ്റർ ഉൾപ്പെടെ എല്ലാ ചാപ്റ്റേഴ്സും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.